HD കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായത് CPM-ന്റെ മൗന അനുവാദത്തോടെയെന്ന് VD സതീശൻ. NDA ഘടകകക്ഷിയെ ഒക്കത്തിരുത്തി ഇരട്ടത്താപ്പ് കാട്ടാൻ പിണറായിക്ക് മാത്രമേ സാധിക്കൂ എന്നും VD സതീശൻ. LDF-ലും മന്ത്രിസഭയിലും JDS തുടരുന്നത് ഏത് സാഹചര്യത്തിലെന്ന് മുഖ്യമന്ത്രിയും CPM-ഉം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുന്നു. നേരത്തെ മഹേഷ് തന്നെ റിപ്പോർട്ട് ചെയ്ത സ്റ്റോറിയായിരുന്നു JDS പുതിയ പാർട്ടിയായി നിലവിൽ വരാൻ പോകുന്നു എന്നുള്ളത്. അതിൽ LDF-നകത്തടക്കം പാർട്ടിക്ക് CPM-നകത്തടക്കം വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതിൽ. ആ ഒരു ആരോപണം തന്നെയല്ലേ ഇപ്പോൾ VD സതീശൻ ആരോപിച്ചിരിക്കുന്നത്. മറ്റ് വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്? HD കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായത് CPM-ന്റെ അറിവോടെയും മൗന അനുവാദത്തോടെയും കൂടിയാണെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. NDA ഘടകകക്ഷി ഒക്കത്തിരുത്തി ഇരട്ടത്താപ്പ് കാട്ടുകയാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് JDS NDA-യുടെ സഖ്യകക്ഷിയായത്. അന്ന് മുതൽ ഇന്നുവരെ പിണറായി വിജയൻ ഇട നേതാക്കൾ ഒരക്ഷരം മുന്നിട്ടില്ല എന്ന് VD സതീശൻ പറയുന്നു. JDS-നെ മുന്നിൽ നിന്ന് പുറത്താക്കാൻ ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. CPM-ന്റെ മൗന അനുവാദത്തോടു കൂടി തന്നെയാണ് NDA പാളയത്തിന്റെ ഭാഗമായി കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായിരിക്കുന്നത്. NDA ഘടകകക്ഷി ഒക്കത്തിരുത്തി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കോൺഗ്രസിനെയും UDF-നെയും മോദി വിരുദ്ധ പഠിപ്പിക്കേണ്ട എന്നും VD സതീശൻ പറയുന്നു. NDA ഘടകകക്ഷിയായ JDS-ന് രാഷ്ട്രീയ സംരക്ഷണം നൽകി LDF ഉറപ്പു ചേർത്തിരിക്കുന്ന CPM ആണെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കേസുകൾ ഡെമോക്രസിന്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ JDS-നെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗതികളിലാണ് മുഖ്യമന്ത്രിയും CPM നേതൃത്വമെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലും NDA LDF സഖ്യകക്ഷി ഭരണത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ അധാർമികമായ രാഷ്ട്രീയ നീക്കത്തെ മുന്നിലെ മറ്റൊരു ഘടകകക്ഷിയായ RJD കടുത്ത ഭാഷ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രിയും LDF നേതൃത്വം മൗനം തുടർന്ന ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുക എന്ന് പറയുന്ന നടപടിക്രമത്തിലേക്ക് അവർക്ക് വളരെ വേഗത്തിൽ പോകേണ്ടി വരും എന്ന് തോന്നുന്നു, അല്ലേ? ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. മഹേഷ്, ലക്ഷ്മി, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ JDS ദേശീയ തലത്തിൽ NDA-യുടെ ഭാഗമായി മാറിയത്. അന്ന് HD കുമാരസ്വാമി പറഞ്ഞത് കേരളത്തിൽ LDF-ന്റെ ഭാഗമായി JDS തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേന്ദ്ര നേതാക്കളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയ നേതൃത്വമായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന തരത്തിലേക്ക് തന്നെയുള്ള നിലപാടാണ് എടുത്തത് ഈ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന K കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ജനതാദൾ നേതാവ് മാത്യു ടി തോമസും അടക്കമുള്ളവർ. ഇത് ജനതാദളിൽ ഉൾപ്പെടെകൾ ഉണ്ടാക്കുകയും ചെയ്തു. ജനതാദളിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KA ലോഹ്യ RJD-യിൽ അധികം പുറത്ത് ജയിക്കുകയും ചെയ്തു. ആ 2-3 തവണകളായിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും JDS വിടുന്നതിനെ കുറിച്ചുള്ള അവരുടെ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. ഒരേ കൊടി ഒരേ ചിഹ്നവുമാണ് ഇവർക്ക് ഉള്ളത്. ആ JDS ദേശീയ നേതൃത്വ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ MLA-മാരായി മാറിയിരിക്കുന്നത്. ഇവർ ഈ MLA-മാർ പുതിയൊരു പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പാർട്ടി രൂപീകരിച്ചു പോവുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത വന്നേക്കുമെന്ന സംശയങ്ങൾ ഉയർന്നു. അവർ പുതിയ പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയിലേക്ക് ഇപ്പോൾ ഉള്ള ജനതാദൾ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന പാർട്ടി ഘടകം അതിലേക്ക് ലയിക്കുക എന്ന തരത്തിലേക്കുള്ള നിർദ്ദേശം ഉയർന്നു. എന്നിട്ട് കാര്യങ്ങൾ തീരുമാനമായില്ല. ഇപ്പോൾ അടിയന്തരമായിട്ട് 18-ാം തീയതി വരുന്ന ചൊവ്വാഴ്ച JDS-ന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയാണ് തിരുവനന്തപുരത്ത്. ആ യോഗത്തിൽ പുതിയ പാർട്ടിയിലെ രൂപീകരണത്തിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ JDS സംസ്ഥാന നേതാക്കൾ. ലക്ഷ്മി, മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.